തിരുവനന്തപുരത്ത് ബിജെപിയുടെ പുതിയ സംസ്ഥാന കാര്യാലയം മാരാർജി ഭവന്റെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. പുതിയ സംസ്ഥാന കാര്യാലയത്തിൽ നിന്നും വി.എസ്. അനന്തു നൽകുന്ന വിവരങ്ങളിലേക്ക്. ബിജെപിയുടെ പ്രൗഢഗംഭീരമായ സംസ്ഥാന കാര്യാലയമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തത്. രാവിലെ 11 മണിയോടുകൂടി അദ്ദേഹം തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലുള്ള ഈ ഓഫീസിലേക്ക് എത്തുകയാണ്. അവിടെ പതാക ഉയർത്തിയതിനു ശേഷം അദ്ദേഹം ഒരു വൃക്ഷത്തെ നടുകയുണ്ടായി. വൃക്ഷത്തെ നട്ടതിനു ശേഷം ഓഫീസിന് മുന്നിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. അതിനുശേഷമായിരുന്നു നാടമുറിച്ച് അദ്ദേഹം ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ ദീൻദയാൽ ഉപാധ്യായുടെയും ശ്യാമപ്രസാദ് മുഖർജിയുടെയും എല്ലാം അർദ്ധകായ പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ റിസപ്ഷൻ ഉള്ള ഈ സ്ഥലത്തുള്ള ഈ ഭദ്രദീപം കൊളുത്തി അദ്ദേഹം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. അതിനുശേഷം ഈ കെട്ടിടത്തിന്റെ തന്നെ നടുത്തളത്തിലുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാറിന്റെ അർദ്ധകായ വെങ്കല പ്രതിമയും അമിത്ഷാ അനാച്ഛാദനം ചെയ്തു. അദ്ദേഹത്തിന്റെ KG മാരാറിന്റെ പേര് തന്നെയാണ് ബിജെപിയുടെ സംസ്ഥാന ആസ്ഥാനത്തിന് ഇട്ടിരിക്കുന്ന സംസ്ഥാന കാര്യാലയത്തിന് നൽകിയിരിക്കുന്നത്. KG മാരാർ ഭവൻ എന്ന പേരിലാണ് ഈ ഒരു സംസ്ഥാന ഓഫീസ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പാർട്ടി ഓഫീസാണ് ബിജെപി തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ബിജെപി കാര്യാലയം തയ്യാറാക്കിയിരിക്കുന്നത്. വളരെയധികം സംവിധാനങ്ങൾ ഇവിടെ തന്നെയുണ്ട്. മുൻപ് കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്താണ് ഈ ഓഫീസിന് തറക്കല്ലിടുന്നത്. അന്നും അമിത്ഷാ തന്നെയായിരുന്നു ഇതിന് തറക്കല്ലിട്ടത്. ഇപ്പോൾ അദ്ദേഹം തന്നെ ഈ ഓഫീസ് മന്ദിരം സമർപ്പിച്ചിരിക്കുന്നു എന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെയധികം സൗകര്യങ്ങളോട് കൂടിയുള്ള ഓഫീസാണ്. ഏകദേശം 7 നിലകളിലായിട്ടാണ് ഈ ഒരു ഓഫീസ് കെട്ടിടം ഒരുക്കിയിരിക്കുന്നത്. 60,000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള 2 ഭൂഗർഭ നിലകളും 5 നിലകളും ഉൾപ്പെടെ 7 അടിയുള്ള കെട്ടിടമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനുശേഷമാണ് അദ്ദേഹം പുത്തരിക്കണ്ടത്തേക്ക് പോയത്. അരിസ്റ്റോ ജംഗ്ഷനിൽ കേരളീയ വാസ്തുശില്പ മാതൃകയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. തുറസായ സ്ഥലത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ KG മാരാറിന്റെ പ്രതിമ വെച്ചിരിക്കുന്ന സ്ഥലം ഒരു നടുമുറ്റം എന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. മഴവെള്ളം ശേഖരിക്കാനുള്ള ഒരു കുളമടക്കം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ KG മാരാറിന്റെ അർദ്ധകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഗ്രൗണ്ട് നിലയിൽ തന്നെയാണ് സ്വീകരണ മുറിയുള്ളത്. ഇവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീനദയാൽ ഉപാധ്യായുടെയും എല്ലാം പ്രതിമകൾ ഉള്ളത്. ഇവിടെ തന്നെയാണ് ബിജെപിയുടെ ഹെൽപ്പ് ഡെസ്കും തയ്യാറാക്കിയിരിക്കുന്നത്. പത്രസമ്മേളനത്തിനുള്ള ഹാളും ഇവിടെ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 1-ാം നിലയിലാണ് സംസ്ഥാന അധ്യക്ഷന്റെ മുറി തയ്യാറാക്കിയിരിക്കുന്നത്. 1-ാം നിലയിൽ മറ്റ് പോഷക സംഘടനകൾക്കുള്ള ഓഫീസ് എല്ലാം 2-ാം നിലയിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഓഡിറ്റോറിയം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഭാവിയിൽ ബിജെപിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കുമ്പോൾ ആ മുഖ്യമന്ത്രിക്കുള്ള മുറി പോലും ഈ ഒരു കെട്ടിടത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്രയും ഏറെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബിജെപി മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ അവരുടെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. വരാനിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ വലിയ ഒരു മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനവും വളരെയധികം പ്രധാനപ്പെട്ടതാകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തി ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളെല്ലാം മുന്നോട്ട് പറഞ്ഞുകൊണ്ട് ബിജെപി മുന്നോട്ട് പോകുമ്പോൾ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലം ആസന്നമായിരിക്കുന്ന സമയത്ത് ബിജെപിയുടെ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് വളരെ വലിയ ആവേശം തന്നെയാണ് പ്രവർത്തകർക്കുള്ളിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ആഭ്യന്തരമന്ത്രി ഇതിനു ശേഷമാണ് പുത്തരിക്കണ്ടത്ത് ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഒരു ചടങ്ങിലേക്ക് പോയത്. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് അമിത്ഷാ ഇവിടെ നിന്നാണ് പോയത്. ഏകദേശം 12 മണിയോടെയായിരുന്നു അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചത്. എന്തായാലും പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടായിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ വരവ് വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. പുതിയ സംസ്ഥാന കാര്യാലയത്തിൽ മുഴുവൻ സമയവും പ്രവർത്തകരുണ്ടാവും. കൂടുതൽ കേരളത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയും. അത് ഒരു മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബിജെപിയുടെ പ്രതീക്ഷ നിലവിൽ.